മരുഭൂമിയുടെ നിശബ്ദതയെ തകർത്ത് മലകൾ നമ്മളെ വിളിക്കുന്നിടത്തേക്കൊരു യാത്ര. മേഘങ്ങളെ തൊടുന്ന പാറക്കെട്ടുകളും ഹൃദയം തഴുകുന്ന തണുത്ത കാറ്റും പ്രകൃതിയുടെ ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരിടം. അതാണ് വാദി നഖബ്. ഓരോ വളവും ഓരോ പുതിയ കഥ, ഓരോ പാതയും ഒരു പുതിയ സാഹസം. പകലിൽ മലകളുടെ മഹത്വം, രാത്രിയിൽ നക്ഷത്രങ്ങളുടെ ഉത്സവം. ക്യാമ്പ് ഫയറിൻ്റെ ചൂടിൽ ചിരിയും ഓർമ്മകളും പിറക്കുന്ന നിമിഷങ്ങൾ. എല്ലാവർക്കും സാൻ ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം വാദി നഖബിലെ കാഴ്ചകൾ. നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഏകദേശം ഒരു ഉച്ച സമയത്താണ്. വാദി നഖബിൽ ക്യാമ്പ് ചെയ്യാനാണ് പോണത്. അതുകൊണ്ടാണ് നമ്മൾ ഉച്ച സമയത്ത് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ പോകുമ്പോൾ റോഡിൽ ചെറിയ രീതിയിലൊക്കെ വണ്ടിയുണ്ട്, എന്നാലും ചുറ്റിലൊക്കെ ഭയങ്കര ഗ്രീനറിയാണ്. അതേപോലെ നമുക്ക് ആ മലനിരകളുടെയും അതേപോലെയുള്ള ഈ ഗ്രീനറി ഒക്കെ നമുക്ക് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ മഴയൊക്കെ വന്നതിന് ശേഷം UAE റോഡുകളുടെ സൈഡിലൊക്കെ ഭയങ്കര രസമാണ്. അതേപോലെ മലനിരകളൊക്കെ നല്ല രീതിയിൽ ഗ്രീനറിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വാദി നഖബിൻ്റെ ആ ഒരു ഏരിയയിലെത്തി. അപ്പൊ നമ്മൾ നേരെ വാദി നഖബിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് യനാസ് മൗണ്ടന്റെ അവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഇവിടെ നേരെ പോയാൽ യനാസ് മൗണ്ടൻ ഉണ്ട്. അങ്ങ് ദൂരെ നമുക്ക് കാണുന്നത് യനാസ് മൗണ്ടൻ ആണ്. ഇവിടെ നമ്മൾ റൈറ്റിലോട്ടാണ് പോകുന്നത്. വാദി നഖബിലേക്കുള്ള വഴി നടന്നത് റൈറ്റിലോട്ടാണ് കേട്ടോ. ഇവിടെ മഴയത്ത് മൊത്തം റോഡ് ഇങ്ങനെ ഒലിച്ച് പോയി കണ്ടോ. എന്നിട്ട് അവരിങ്ങനെ ടെമ്പററി റോഡ് പോലെ ഇങ്ങനെ റോഡ് ഉണ്ടാക്കിയാണ് കേട്ടോ. വാദി നഖബിലേക്ക് പോണ വഴി ഇതേപോലെ ഒരു ഓഫ് റോഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മള് വാദി നഖബിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പൊ അവിടെ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ്. മഴയ്ക്കൊക്കെ ശേഷം നടന്ന നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ട് മലയിടയ്ക്ക് വന്നപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ദൂരെ നമുക്ക് യനാസ് മൗണ്ടന്റെ അപ്പുറത്ത് ഇങ്ങനെ സൺ ഇങ്ങനെ സെറ്റ് ആവാറായിട്ടാ. ഇവിടെ നിന്ന് വന്നാൽ ഈ കാണുന്നതാണ് കേട്ടോ യനാസ് മൗണ്ടൻ. മഴയൊക്കെ വന്നതിന് ശേഷം നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഗ്രീനറി ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കിട്ടുമെന്ന് വിചാരിക്കണം. നമുക്ക് നേരെ പോയിട്ട് വാദി നഖബിൽ പോയിട്ട് ക്യാമ്പ് ചെയ്യാം കേട്ടോ. വാദി നഖബിലേക്ക് പോണ വഴി ഇതാണ് കേട്ടോ. റോഡൊക്കെ ആകെ പോയി കിടക്കാണ്, മൊത്തം ഇതേപോലെ ഓഫ് റോഡാണ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചുള്ള സെറ്റപ്പായിട്ട് വന്നാൽ മതി. വാദി നഖബില് എത്തിട്ടോ. അടിപൊളി ഒരു ക്യാമ്പിംഗ് സ്ഥലത്താ വന്നിട്ടുണ്ട്. ഫുള്ള് അവേഴ്സും പുല്ലും മരങ്ങളൊക്കെ ആയിട്ടൊരു ഒരു സ്ഥലമാണ് കേട്ടോ. ഫുള്ള് ഇങ്ങനെ പുല്ലുമാണ്, ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഞങ്ങൾ ഇങ്ങനെ ഒരു ഏരിയയിലാണ് ഇപ്പൊ ക്യാമ്പ് ചെയ്യാൻ പോണത്. അടിപൊളി ഒരു ലൊക്കേഷനാണ്, നല്ലൊരു കാമായിട്ടൊരു പ്ലേസ് ആണ് കേട്ടോ. നമ്മള് ടെന്റ് അടിച്ചൊരു സ്പോട്ട് ഇതാണ് കേട്ടോ. സണ്ണിങ്ങനെ സെറ്റ് ആവാറായി. ചുറ്റുമലകള് നടക്ക് ചെറിയൊരു സ്ഥലമാണ്. വാദി നഖബിലെ ക്യാമ്പിങ് നല്ലൊരു വൈബാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഏരിയ ആണ്. അതേപോലെ തന്നെ നല്ല ആകാശം, ഒരുപാട് നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങൾക്ക് താഴെ നമുക്ക് ഇന്ന് ബാർബിക്കൊക്കെ ചെയ്ത് നമ്മൾ ഫാമിലി ആയിട്ട് നല്ല കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു വാദി നഖബ്. വാദി നഖബിലെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ. സണ്ണിങ്ങനെ റൈസ് ആവാറായിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. വലിയ വലിയ മലകൾക്ക് നടുവിലെ ഈ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു ചെറിയ പ്രദേശത്തുണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്യണത്. ഇതേപോലത്തെ ഒരുപാട് ഏരിയകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് പോയി ക്യാമ്പ് ചെയ്യും. അതേപോലെ ഇവിടുത്തെ കാഴ്ചകൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഇതാണ് വാദി നഖബ്. ഇതാണ് വാദി നഖബിലെ ആ സ്വർഗലോകം. നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് ക്യാമ്പ് ചെയ്യേണ്ട ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഈ വാദി നഖബ്.
മഴയ്ക്ക് ശേഷമുള്ള UAE ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഇതേപോലെ പൂക്കളുടെയും ചെടികളുടെയും ഇടയിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ലൊക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്ന തോന്നല്ല കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ വാദി നക്കബ്. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള മലനിരകളുടെ ആ ഒരു കാഴ്ചകളും. മുമ്പൊക്കെ ഭയങ്കര ഡ്രൈ ആയി കിടന്ന ഈ കാണുന്ന മലനിരകളാണ് കേട്ടോ നമുക്ക് ഇതേപോലെ ഇത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ഇതേപോലെ പൂക്കളും അതേപോലെ ചെടികളൊക്കെ നിറഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ക്യാമ്പ് ചെയ്യാന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. ഇത് ഇനി നമ്മൾ സമ്മറാണ് വരുന്നത്. അപ്പോൾ ആ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള മനോഹരമായ കാഴ്ചകളോ അതേപോലെ ഈ ഒരു വെതറോ നമുക്ക് കിട്ടില്ല. നല്ല തണുപ്പ്, നല്ല നല്ല കാഴ്ചകൾ, ഈ പ്രകൃതിയും ഈ ഒരു കാഴ്ചകളും എല്ലാം ഒന്ന് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് വാദി നക്കബ് ക്യാമ്പിംഗ് സ്പോട്ട്. നമ്മൾ ഒരിക്കലെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ വാദി നക്കബ് ക്യാമ്പിംഗ് സ്പോട്ട്. കുട്ടികളും ഫാമിലിയൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതേപോലെ മനോഹരമായ കാഴ്ചകൾ, അതേപോലെ ഈ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു മലനിരകൾ. നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ വരികയാണെങ്കിൽ നമുക്ക് മൊബൈലിന് റേഞ്ച് ഇല്ലാതെ നമ്മൾ ഈ ഒരു പ്രകൃതിയുമായി അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ആ പ്രകൃതിയെ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വാദി നക്കബ്. 8 കിലോമീറ്റർ നീളമുള്ള ഒരു ട്രക്കിംഗ് റൂട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യണവർക്ക് അത് ട്രൈ ചെയ്യാം. നമ്മൾ ക്യാമ്പ് ചെയ്ത ലൊക്കേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചപ്പോൾ ക്യാമ്പിംഗ് എല്ലാം അവസാനിപ്പിച്ച് നമ്മളിനി ഹൈക്ക് ചെയ്യാൻ വേണ്ടി പോകാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മൾ പിന്നെ നേരെ ഇനി ഹൈക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഹൈക്കിംഗ് ട്രയലിൻ്റെ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ വരുമ്പോൾ മുമ്പുണ്ടായ ഒരു വഴി ഇതാണ് കേട്ടോ. ആകെ മഴ അതിൽ മൊത്തം നശിച്ചെടുക്കുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നേരെ ഹൈക്കിങ്ങിന് പോകട്ടെ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആ മഴ വന്ന സമയത്ത് വെള്ളം വന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് വണ്ടികൾ പോവും, പക്ഷെ എന്നാലും നമുക്ക് വാക്ക് ചെയ്ത് പോയിരിക്കും കൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഹൈക്കിംഗ് ട്രയൽ വരുന്നത്. ഇവിടെ ചെറിയൊരു ഡാമുണ്ട് കേട്ടോ. വാദി നക്കാബ് ഡാമാണ് ഈ കാണുന്നത്. ഇപ്പം ഈ ഡാം കാണുമ്പോൾ നമുക്ക് അധികം വെള്ളമൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നല്ല മഴയുള്ള സമയത്ത് ഈ ഡാം ഓവർഫ്ലോ ആയി പോയതിന് ശേഷമാണ് താഴെയുള്ള വഴികളൊക്കെ ഒലിച്ചു പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം വെള്ളം വരുന്ന ഒരു ചെക്ക് ഡാമാണ് ഈ കാണുന്ന വാദി നക്കാബ് ഡാം. അപ്പോൾ ഇവിടെ വരെ വണ്ടി കൊണ്ടുവന്നിട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആകെ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് നമ്മളിപ്പോൾ വണ്ടി ഇവിടെ ഇട്ടൂട്ടാ. ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളിവിടെ നടന്നു പോകാൻ പോകണം കേട്ടോ. മഴ കഴിഞ്ഞോടുകൂടി ഈ മലകളിലൊക്കെ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഗ്രീനറി ഉണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഡ്രൈ ആയി കിടന്ന മലകളൊക്കെ ഇങ്ങനെ ഗ്രീൻ മൗണ്ടനായി വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ മൗണ്ടനിൽ നല്ല ഗ്രീൻ മൗണ്ടനായിട്ട് കേട്ടോ. ഫുള്ള് പുല്ലും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഗ്രീൻ കളറിലുള്ള മൗണ്ടനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുത്തെ റോഡ് ഇങ്ങനെയാണ്, ഭയങ്കര മോശം റോഡാണ്. അതുകൊണ്ട് വണ്ടി കൊണ്ടിട്ട് വലിയൊരു റിസ്ക്കാണ് നമുക്ക് ഇവിടേക്ക്. നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. ഫുള്ള് ഇവിടെ വെള്ളം വന്നിട്ട് റോഡൊന്നുമില്ല. വെള്ളം ഒഴിച്ച് വന്നതിൻ്റെ പാറക്കല്ലുകളൊക്കെ ഇളകി കിടക്കണുണ്ട. ഇവിടെ ഒരു വില്ലേജ് പോലെ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആകെ ഇടിഞ്ഞു പോയേക്കാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൗണ്ടനാണ് കേട്ടോ വാദി നക്കാബ്. മരങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്കിവിടെ വന്ന് ഇതേപോലെ റെസ്റ്റ് ചെയ്യാം. 10 മണി പറയാം കേട്ടോ. അപ്പം നമുക്ക് അധികം ചൂടൊന്നുമില്ല. എങ്ങനെയുണ്ട് ഹൈക്കിങ്? അതെ അതെ സാധാരണ ഞാൻ കൊച്ചായ കാരണമല്ല, എനിക്ക് ശീലമുള്ള കാരണം ഓറഞ്ചൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. 10 മണി ആറായി. 8 കിലോമീറ്റർ മൊത്തം ഹൈക്കിംഗ് ഉണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോയി നമ്മളിനി തിരിച്ചു പോകാൻ പോകണ്ട. അപ്പോൾ ക്യാമ്പിംഗ് ഒക്കെ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യുക.
നല്ല ഗ്രീനറിയുള്ള ഒരുപാട് സ്ഥലമുണ്ട്. അവിടേക്ക് ക്യാമ്പ് ചെയ്യാം, നല്ല രസമായിരിക്കും. മഴവെള്ളത്തിൽ മരങ്ങളൊക്കെ ഒലിച്ച് പോയിട്ട് ഒന്ന് കിടക്കണം ഒരു ഏരിയ ഒക്കെ ഉണ്ട്. നമുക്കിനി ട്രക്ക് ചെയ്യാനുള്ള റൂട്ടും ഈ ഒരു റൂട്ട് തന്നെയുണ്ട്. ഇതേപോലെ ഇളകി കിടക്കുന്ന കല്ലുകളുള്ള ഒരു ട്രെയിലാണ് നമുക്കിനി പോകാനുള്ള ഒരു ട്രെയില്. ഏത് വണ്ടി വന്നാലും ഇവിടെ വരെ വരള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പിന്നെ തീരെ വണ്ടി പോകില്ല. ഇവിടെ തന്നെ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഉണ്ടാ. ഇനി കുറച്ച് കഴിയുമ്പോൾ റോഡൊക്കെ പണിത് കഴിയുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഏകദേശം ഒരു 10 മണിയായി. ഇന്നലെ വൈകിട്ട് വന്നതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഹൈക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ച് പോകാൻ പോകാൻ കേട്ടോ. നാളെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ വേറൊരു അവസരത്തിൽ റോഡൊക്കെ റെഡി ആവുന്ന സമയത്ത് ഇനി നമുക്ക് ഇവിടെയുള്ള വാദി നക്കാബ് കേവിൻ്റെ അവിടേക്കൊക്കെ പോകണം. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് പോകാൻ പോകണം കേട്ടോ. ഇങ്ങനെയുള്ള ഓഫ് റോഡിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ആ ഒരു നല്ലൊരു സ്ഥലത്ത് നമ്മൾ ക്യാമ്പ് ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള വഴി കൂടെ നമുക്ക് തിരിച്ചു പോകാം. വളരെ ശ്രദ്ധിച്ച് പോയാൽ മതി, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ഏരിയ വരെ എല്ലാ ടൈപ്പ് വണ്ടി വരട്ടെ. ഇവിടെ നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ലെവലായിട്ടുള്ള റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ. അവിടെ നമ്മൾ പോവില്ല. ഇത് ഏത് സെഡാൻകാർ വരെ നമുക്ക് ഇവിടേക്ക് വരാം. ഇവിടേക്ക് വന്ന് നമുക്ക് ക്യാമ്പ് ചെയ്യാം. ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോസിബിളായി. വാദി നക്കാബിൻ്റെ ഈ താഴ്വാരങ്ങളിൽ ഇതേപോലെയുള്ള കഴുതക്കുട്ടികളെയും അതുപോലെ ആട്ടുകുട്ടികളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ് ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ നമുക്ക് ഇനി ഒരു എപ്പിസോഡാണ്. ഓക്കെ.